ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി വ്യാപക പരാതി. ഡോക്ടറും എഞ്ചിനീയറും അടക്കം നിരവധി പേർ തട്ടിപ്പിന് ഇരയായതിന്റെ തെളിവുകൾ പുറത്തുവന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. ഇവരുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഏത് തരത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നത്? കെ.പി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിലും തട്ടിപ്പ് ഉണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനമായാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് എന്ന സംഘടനയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിലുള്ള സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നൊരു ആരോപണവുമായാണ് പരാതിക്കാരി നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇവർ 2000 രൂപ നൽകി സംഘടനയിൽ ചേരാൻ ആവശ്യപ്പെടുകയും പിന്നീട് അതിൽ അംഗമായതിനു ശേഷം ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പണം വാങ്ങുന്നു എന്നൊരു ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജുവനൈൽ ഹോമിലെ മുൻ അധ്യാപികയായിരുന്ന ജയ രാമചന്ദ്രൻ, റിട്ടയർഡ് ആയിരുന്ന ജയ രാമചന്ദ്രനാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നു, താൻ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അവർ പറയുന്നത് നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഈ സംഘടനയിൽ നിന്ന് പുറത്തുപോയവർക്കെതിരെ കള്ളക്കേസ് അടക്കം നൽകും എന്നൊരു ഭീഷണിയാണ് ഇത്തരത്തിലൊരു സംഘടന ഉയർത്തുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് എന്ന സംഘടന മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു സംഘടനയാണ് എന്ന പേരിൽ വലിയ രീതിയിൽ ആളുകളെ അംഗമാക്കുകയും അവരിൽ നിന്ന് തുക വ്യാപകമായി വാങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്കെതിരെ പരാതി പറയുമ്പോൾ തങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കെ.പി. ശരി, കോഴിക്കോട് നിന്നും ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.